ഐരേക്കാവ് വില്ലേജിൽ മലയിൽ പുത്തൻ വീട്ടിൽ പാസ്റ്റർ എം ജോർജ് ഏബ്രഹാമിന്റെയും മിസസ് വത്സമ്മ ഏബ്രഹാമിന്റെയും മകനും പയ്യനാമൺ ചച്ചക്കൊടിനിന്റെയുടെ അംഗമായിരിക്കുന്ന ലെനിൻ എബ്രഹാം ജോർജ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഈ യുവാവ് നിയുക്താവാദു എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാളകം വില്ലേജിൽ തേവർമഠം വീട്ടിൽ മിസ്റ്റർ ജോയ് ജോർജിന്റെയും ജെസ്സി ജോയുടെയും മകളും വാളകം എപ്രോൽ APC സഭയുടെ അംഗമായിരിക്കുന്ന അനു ജോയ് ജോർജ് എന്ന് പറയുന്ന അനുഗ്രഹീതയായ യുവതി. ഇവർ ഇരുവരും തമ്മിൽ വിശുദ്ധ ബാന്ധവത്താൽ ഭാര്യയും ഭർത്താവുമായി തീരുവാൻ സർവശക്തനായ ആലോചന കടന്നുവന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടു, നിശ്ചയിച്ചു, ആലോചിച്ചു, ഉറപ്പിച്ചു. ഇന്ന് ഇവിടെ ഈ വിവാഹം നടത്തുവാൻ നിയമപരമായ ഏതെങ്കിലും തടസ്സം ഇതുവരെയും ആരും ഞങ്ങളെ ഉന്നയിച്ച് കേൾപ്പിക്കാത്തതുകൊണ്ട് ഈ വിവാഹം നടത്തുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ സന്നിഹിതരായ സദസ്സിൽ ആർക്കെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇവർ ഭാര്യയും ഭർത്താവുമായി തീരുവാൻ നിയമപരമായ തടസ്സം ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസാനത്തെ അവസരം ഇതായിരിക്കുമെന്ന് മാന്യ സദസ്സിനെ ഞങ്ങൾ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ മൗനം ഇവരിലൊരു ഭാര്യയും ഭർത്താവുമായി തീരുവാനുള്ള അനുവാദമായി കരുതുമ്പോൾ ലെനിൻ ജോർജ് എബ്രഹാം ചോർ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് പകലിൽ അനുഗ്രഹീതയായിരിക്കുന്ന അനു ജോയ് ജോർജുമായി ഒരു ഉടമ്പടിയുടെ ബാന്ധവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിന്നെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. അനു ജോയ് ജോർജ് വലിയവനായ ദൈവം ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർണായകമായൊരു നിലയിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുക. പരസ്പരം കരം കൊടുത്ത് ഉഭയസമ്മത വാചകം ചൊല്ലി ഭാര്യയും ഭർത്താവുമായി തീരുവാൻ മനസാക്ഷി അകറ്റി മാറ്റുന്ന ഏതെങ്കിലും ചാബല്യം ജീവിതത്തിലുണ്ട് എങ്കിൽ അവയോട് വിട പറഞ്ഞ് ശുദ്ധീകരണത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഈ നിലയിലേക്ക് പ്രവേശിക്കുന്നതാണെന്നുള്ള കാര്യം നടത്തുന്ന ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നല്ല ഒരു ബാല്യകാലം, ഉത്തമമായ കുടുംബശ്രേഷ്ഠത എല്ലാം നിങ്ങൾക്കുണ്ട് എങ്കിലും ഞാൻ ആ കാര്യം നിങ്ങൾ പരസ്യമായി പ്രസ്താവിക്കേണ്ടതാകുകയാൽ അനുഗ്രഹീതനായിരിക്കുന്ന ലെനിൻ എബ്രഹാം ജോർജിനോട് ചോദിക്കുന്ന സഭയിലെ നിൽക്കുന്ന അനു ജോയ് ജോർജ് എന്നുള്ള യുവതിയെ ഈ സമൂഹത്തിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്കിഷ്ടമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവനും അനുവിനോട് മാത്രം ചേർന്ന് അവളെ സ്നേഹിച്ച് പോറ്റി പുലർത്തി ഉത്തമ ഭർത്താവിന്റെ കർത്തവ്യം അവൾക്ക് പൂർണ്ണമായി നിറവേറ്റി കൊടുത്തുകൊള്ളാമെന്ന് ഈ സദസ്സിനെയും പ്രിയഗതയുടെ സാക്ഷി നിർത്തി അവൾക്ക് ഉടമ്പടി ചെയ്യുവാൻ നിനക്ക് സാധിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അനു ജോയ് ജോർജ് എന്ന സഭയിൽ നിൽക്കുന്ന ലെനിൻ എബ്രഹാം ജോർജ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഈ യുവാവ് നിന്റെ ഉഭയസമ്മതത്തിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നീ നിശ്ചയിച്ചിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവനും നിന്നോട് മാത്രം ചേർന്നിരുന്നവരെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച് ഉത്തമ ഭാര്യയുടെ കർത്തവ്യം അവന് പൂർണ്ണമായി നിറവേറ്റി കൊടുത്തുകൊള്ളാമെന്ന് ഈ സദസ്സിനെയും പ്രിയക ദൈവത്തെ സാക്ഷി നിർത്തി അവൻ ഉടമ്പടി ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇരുവരും ആ കാര്യം പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. അവിടെ വിവാഹം നടത്തി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്റെ പ്രിയമുള്ളവരെ, നാം ഇതിന് സാക്ഷികളായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ടതിന് സദസ് ഒന്നടങ്കം പ്രാർത്ഥനാപൂർവ്വ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മാന്യ വനിതകൾ തലവഴി തുണിയിട്ട് പ്രാർത്ഥനാപൂർവ്വ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ദയവായി എഴുന്നേറ്റ് വേറൊരു ഗാനം ആലപിച്ചു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായി തീർന്ന ത്രിയേക ദൈവം ആദിയിലെ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദ്യ ദമ്പതികളെ തമ്മിൽ യോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതബാന്ധവത്തിന് തുടക്കം കുറിച്ചു തന്റെ അതേ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായ ലെനിൻ എബ്രഹാം ജോർജിനെയും അനുഗ്രഹീതയായിരിക്കുന്ന അനു ജോയ് ജോർജിനെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ക്ഷണിതാക്കളെയും ശ്രേഷ്ഠന്മാരായിരിക്കും ദൈവഭൃത്യന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവം തന്നെ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയാണ് അരുളി ചെയ്തത്. ഞാൻ വിചാരിക്കുന്നത് സംഭവിക്കും, ഞാൻ നിർണയിക്കുന്നത് നിവൃത്തിയാകും. ഇവരുടെ വിചാരമല്ല അങ്ങയുടെ വിചാരം, അങ്ങയുടെ വഴിയല്ല ഇവരുടെ വഴി. അങ്ങയുടെ വഴിയും വിചാരവും ഇവർ നിറവേറ്റുവാൻ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഇവർ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇവർക്ക് വരുവാൻ തക്കവണ്ണം ഇവരെക്കുറിച്ച് നിരൂപണങ്ങൾ ഇന്നവയെന്നറിയുന്ന നാഥ, അപ്പൊ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി തീർക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമ്മതവാചകം ചൊല്ലുവാനും പാലിപ്പാനും കൃപ കൊടുക്കും. ഇരുവരെയും അനുഗ്രഹിക്കും. ഉന്നതമായ കുടുംബജീവിതം കൊടുത്ത് മാനിക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ലെൻ ഇബ്രാഹിം ജോർജ് ആണ് ഞാൻ. അനു ജോയ് ജോർജ് ആണ് നിന്നെ ഉടമ്പടിയുടെ വലം കരുതുന്ന നിവാദമാണ് ഉടമ്പടിയുടെ കാര്യമായി അംഗീകരിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽ മരണം നമ്മളെ വേർതിരിക്കുന്നവരെ അല്ലെങ്കിൽ കർത്താവ് യേശുവിന്റെ മടങ്ങുവരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും കർത്താവിന് എല്ലാ ജീവിതവേളയിലും നിന്നെ സ്നേഹിച്ച് ഊട്ടിപ്പുലർത്തി വിശ്രമമായ ഭർത്താവിന്റെ പ്രത്യേകം നിനക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റി തന്നുകൊള്ളാമെന്ന് ഈ സദസ്സിനെയും ദൈവത്തെയും സാക്ഷിയാക്കി ഉറപ്പായിട്ട് ഉടമ്പടി ചെയ്യുന്നു. ഇബ്രഹാം ജോർജ് സ്വർഗ്ഗത്തിന്റെ ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളേവരും അതിന് സാക്ഷികളാകുന്നു. അനു ജോയ് ജോർജ് ആകുന്ന ഞാൻ ലെനിൻ ഇബ്രാഹിം ജോർജ് ആകുന്ന അങ്ങേ എന്റെ ഉടമ്പടിയുടെ വലങ്കരം തന്ന വേദപുസ്തകത്തിലെ വിവാഹ നിയമപ്രകാരം ഉടമ്പടിയുടെ ഭർത്താവായിട്ട് അംഗീകരിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർതിരിക്കുന്നവരെയോ അല്ല എങ്കിൽ യേശു കർത്താവിന്റെ മടങ്ങിയവരെയോ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും കർത്താവ് നൽകുന്ന ഏതൊരു ജീവിത വേളയിലും അങ്ങയെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച് ഉത്തമ ഭാര്യയുടെ കർത്തവ്യം അങ്ങയ്ക്ക് പൂർണ്ണമായിട്ട് നിറവേറ്റി തന്നുകൊള്ളാമെന്ന് ഈ സദസ്സിനെയും ത്രിയേക ദൈവത്തെയും സാക്ഷിയാക്കി ഉറപ്പായിട്ട് ഉടമ്പടി ചെയ്തു. അനു ജോയ് ജോർജ് സ്വർഗ്ഗത്തിന്റെ ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളേവരും അതിന് സാക്ഷികളാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3-6 വരെയുള്ള വാക്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുള്ള ആത്യന്തിക പ്രഖ്യാപനം ഇങ്ങനെയാകുന്നു. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് ലക്ഷ്യങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ടവർ മേലാൽ രണ്ടല്ല ഒരു ദേഹപുത്രയാകുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വാക്കുകൾക്ക് വള്ളി മാറ്റം വരികയില്ല എന്ന് അരുളിച്ചെയ്ത അരിമനാഥനായ യേശു കർത്താവ് വിവാഹത്തെക്കുറിച്ച് കൽപ്പിച്ചിരിക്കുന്ന